ലീഗ് ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണയിൽ UDF-ന്റെ ഹർത്താൽ തുടങ്ങി. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 6 മണി വരെ തുടരും. ഓഫീസ് ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്നാണ് UDF-ന്റെ ആരോപണം. വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ലീഗ് പ്രവർത്തകർ CPM ഓഫീസിന് കല്ലെറിഞ്ഞുവെന്നാണ് CPM-കാർ ആരോപിക്കുന്നത്. 5 CPM പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അർച്ചന രവീന്ദ്രൻ പെരിന്തൽമണ്ണയിലുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അർച്ചന. രാവിലെ പെരിന്തൽമണ്ണയിൽ ചായയൊന്നും കിട്ടാനില്ലേ? ഹർത്താലൊക്കെ തുടങ്ങിയോ? എന്താണ് അവസ്ഥ? അരുൺ, ഹർത്താലൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഈ റോഡിലൊക്കെ തന്നെ ഇപ്പോഴും വണ്ടികൾ ഓടുന്നുണ്ട്, വാഹനങ്ങൾ ഓടുന്നുണ്ട്. വാഹനങ്ങൾ ഓടാതിരിക്കുന്ന യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു സംഭവങ്ങളോ ഇവിടെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാലും ഹർത്താലുണ്ട്. ഏകദേശം 6 മണിയോട് കൂടി ഹർത്താൽ തുടങ്ങിയിരിക്കുന്നു. വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ ഉള്ളത്. എന്നാൽ തന്നെയും ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിനോട് സഹകരിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ മുസ്ലിം ലീഗ് ഓഫീസിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പാൻ ചെയ്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഓഫീസിന്റെ മുകൾ ഭാഗത്തിലുള്ള ജനൽച്ചിലകൾ അടക്കം പൊട്ടിയിരിക്കുന്നു. അത്തരത്തിൽ വലിയൊരു ആക്രമണമാണ് ഇന്നലെ CPM-ന്റെ ഭാഗത്തു നിന്നും ഈ മുസ്ലിം ലീഗ് ഓഫീസ് നേരെ ഉണ്ടായിരിക്കും. താഴെ തന്നെയും അത്രയും കല്ലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. ഇന്നലെ ഏകദേശം 6 മണിയോട് കൂടി, അതായത് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഈ ഒരു പ്രതിഷേധങ്ങൾക്കെല്ലാം തുടക്കമായത്. നമുക്കറിയാം ഈ ഒരു പെരിന്തൽമണ്ണ നഗരസഭ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി LDF-ൽ നിന്ന് പിടിച്ചെടുത്താണ് UDF ഇപ്രാവശ്യം ഭരണം നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിജയാഹ്ലാദ പ്രകടനമടക്കം ഇന്നലെ വൈകുന്നേരം ഈ ഒരു പ്രദേശത്ത് UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. തുടർന്നാണ് UDF, അതായത് ലീഗ് പ്രവർത്തകർ CPM ഓഫീസ് ആക്രമിച്ചു എന്ന തരത്തിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവം CPM ആരോപിക്കുന്നു. അതായത് തങ്ങളുടെ ഓഫീസ് ആദ്യം കല്ലെറിയുന്നു. ഇതിന് പിന്നാലെയാണ് തങ്ങൾ പ്രകടനവുമായി എത്തി മുസ്ലിം ലീഗ് ഓഫീസിനെ തകർക്കുന്ന അല്ലെങ്കിൽ കല്ലേറ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ലീഗ് ഓഫീസിന് നേരെ ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 11 മണിയോടുകൂടി ഈ റോഡടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമടക്കം നജീബ് കാന്തപുരം MLA-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കായിരുന്നു ഈ ഒരു പെരിന്തൽമണ്ണ നഗരം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഹർത്താൽ തുടങ്ങിയിരിക്കുന്നു. ഹർത്താൽ ഏകദേശം എല്ലാ ഭാഗങ്ങളിലേക്കും, അതായത് ഈ റോഡിൽ വണ്ടികളടക്കം പോകുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെയും ഇതിനോട് സഹകരിക്കുമോ അരുൺ? നിലവിൽ കടകളൊന്നും തുറന്നിട്ടില്ല. കടകളൊക്കെ തുറക്കാൻ അല്ലെങ്കിൽ പാലുകൾ ആ ഭാഗത്തേക്ക് വരുന്നതേ ഉള്ളൂ. എന്തായാലും പോലീസ് സന്നാഹം ഈ മുസ്ലിം ലീഗ് ഓഫീസിന് മുമ്പ് തന്നെ ഇപ്പോഴും ഉണ്ട്. ഇനിയും ഒരുപാട് പോലീസുകാർ ഇങ്ങോട്ട് എത്തുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു അർച്ചന. പെരിന്തൽമണ്ണയിൽ വൈകുന്നേരം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ UDF ഹർത്താലാണ്. CPM പ്രവർത്തകരാണ് കല്ലെറിഞ്ഞത് എന്നാണ് പറയുന്നത്. എന്തായാലും 5 CPM പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ കല്ലെടുത്തെറിഞ്ഞിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ട്? തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോക്കാൻ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നത് വിശദമായി പഠിക്കുകയാണ് ആവശ്യം. ഒരു കല്ലെടുത്ത് മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് എറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അടുത്ത തവണ നേരിട്ട് കൂടുതൽ വിജയം, ഇതെന്ത് തേങ്ങ ഉടയ്ക്കുന്ന പോലെ കല്ലെടുത്തെറിഞ്ഞ് വല്ല കാര്യമുണ്ട്? ഇന്നിപ്പോൾ ഒരു ഹർത്താലുമായി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കലുമായി.